ഇക്കായും അജ്മീറൊക്കെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അടുക്കള ഭരണം ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ഉമ്മച്ചീനെ ഇന്ന് അടുക്കളയിലേക്ക് അടുപ്പിച്ചില്ല, നിതുമോളെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഓരോ സഹായങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ കപ്പയും മീൻകറിയാണ് വെക്കുന്നത്. കപ്പയുടെ പരിപാടി അവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ്. ഇക്കാണെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതവിടെ നിന്ന് ഒരുക്കി തന്നതാണ്. എന്നാലും ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിള വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇക്ക അതിലേക്ക് ഇത് മീൻ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അവനാണെങ്കിൽ അരപ്പൊക്കെ റെഡിയാക്കി കപ്പയൊക്കെ വെന്തോന്ന് നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അരപ്പൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇക്കത് മീൻ പൊരിക്കാനുള്ള മസാല ആക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീൻ പൊരിച്ചാൽ. അപ്പോൾ കപ്പപ്പുഴുക്കും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേബിളിൽ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴൊരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ഈ സുഖം പിന്നെ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ കിട്ടില്ല. കാരണം അതൊരു യുദ്ധം കഴിഞ്ഞ പോലെ ഇരിക്കുമല്ലോ. പിന്നെ നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യണമല്ലോ. അത് പിന്നെ ഒരു ഒന്നൊന്നര പണിയാണ്. എന്നാലും കുഴപ്പമില്ല.